ബോംബ് സ്ഫോടന നിർമ്മാണമെന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഈ കരിങ്കല്ല്, കുപ്പിച്ചില്ല്, ബ്ലേഡ്, ആണി, ഈ പറയുന്ന എല്ലാ സാധനങ്ങളും കെട്ടി. ഈ ബ്ലേഡ് ആണിയൊക്കെ ചേർക്കുന്നത് ഒരു വിധത്തിൽ രക്ഷപ്പെടരുത്. തെങ്ങിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഇത് കെട്ടും, എന്നിട്ട് കൊടുക്കും. ഇത്രയും എക്സ്ട്രീമിൽ വലിയൊരു സിനിമക്കുള്ളൊരു സ്റ്റോറിയാണ് അവിടുത്തെ ജീവിത രീതിയിൽ. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സാഹസികമായ പ്രവൃത്തിയിലൂടെയാണ് ഇതൊക്കെ നിർമ്മാണം നടത്തുന്നത്. ബോംബുണ്ടാക്കുന്നവരും ഈ വാളുണ്ടാക്കുന്നവരും ഈ മാരകായുധങ്ങൾ ഉണ്ടാക്കുന്നവർക്കെല്ലാം ഭയങ്കര റെസ്പെക്റ്റ് അവിടെ. ഇത് പിന്നെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നല്ല ലാഭമുള്ള ബിസിനസ്സാണ്, റിസ്ക് എടുക്കണ്ട. അപ്പോൾ ഒരിക്കലും കുഴപ്പമുണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചു പറയും, ഒരു 100 എണ്ണം വേണം. എറിഞ്ഞാൽ പൊട്ടുന്നതാണ്. പറഞ്ഞാൽ പൊട്ടും. കോഴിമുട്ട വെക്കും പോലെ അവർക്കറിയാം അത് പൊട്ടാത്ത രീതിയിൽ വെക്കാനൊക്കെ. ഒരാളെ കൊല്ലുക പറഞ്ഞാൽ തിരിച്ച് ഒരാളെ കൊല്ലുക എന്നുള്ളത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഓരോ കുറ്റകൃത്യവും ഒരു നിഗൂഢമായ വഴിയാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ അവശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ കേരള പോലീസിൽ കഴിഞ്ഞ 33 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒട്ടേറെ കുറ്റകൃത്യങ്ങളിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള പി സുകുമാരൻ സാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. DYSP ആയിട്ടാണ് സാർ റിട്ടയർ ആകുന്നത്. നമസ്കാരം സാർ. നമസ്കാരം സാറ് DYSP ആയിട്ടാണ് ഏറ്റവും ഒടുവിൽ സേനയിൽ നിന്ന് റിട്ടയർ ആകുന്നത്. അതിനിടെ തന്നെ പി സുകുമാരൻ എന്ന പേര് കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് കേരളം കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ സംഘർഷങ്ങളിലൊക്കെ കണ്ണൂർ ജില്ല എപ്പോഴും പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രമാദമായിട്ടുള്ള കേസുകളിൽ സാറിൻ്റെ പേര് എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു ഔദ്യോഗിക യാത്ര എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 1995 SI ആയിട്ട് തിരുവനന്തപുരം PTs ട്രെയിനിങ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചാർജ് എടുക്കുന്നത് കോഴിക്കോട് കുറ്റ്യാടി സ്റ്റേഷനിലാണ്. അതായത് നമ്മുടെ പ്രാഥമിക പരിശീലനം, അതായത് പ്രൊബേഷൻ ട്രെയിനിങ് എന്ന് പറയും. ഈ SI ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാണോ? കഴിഞ്ഞാൽ 6 മാസം നമ്മൾ പ്രൊബേഷൻ ട്രെയിനിങ് നടത്തിയിരിക്കണം. അപ്പോൾ ആരെങ്കിലും നല്ല ഓഫീസറായത്, എനിക്ക് ഭാഗ്യവശാൽ നല്ലൊരു ഓഫീസറെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പ്രകാശൻ SP ആണ്, അത് SP ആയിട്ട് റിട്ടയർഡ്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ നല്ല ഓൾറൗണ്ട് എല്ലാ മേഖലയിലും പോലീസിൻ്റെ ഭാഗമായ എല്ലാ മേഖലയിലും നല്ല കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ തന്നെയാണ് നമുക്ക് ട്രെയിനിങ് കിട്ടിയത്. അതുകൊണ്ട് അത് നന്നായിട്ട് തുടക്കം തന്നെ ഒന്ന് മുമ്പോട്ട് പോകാനുള്ള ഒരു ഊർജ്ജവും നന്നായിട്ട് കിട്ടി. അങ്ങനെ അവിടുന്ന് കഴിഞ്ഞു. പിന്നെ പോയത് നേരെ പത്തനംതിട്ടയിൽ പന്തളം പോലീസ് സ്റ്റേഷനാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു സ്റ്റേഷൻ ചാർജ് വരുന്നത് പന്തളത്താണ്. പന്തളത്ത് ഉണ്ടാകുമ്പോൾ പ്രമാദമായ 2 കേസുകളാണ്. അത് സൂചിപ്പിക്കുകയാണെങ്കിൽ വളരെ വിവാദമായ കേസാണ്. ഒന്ന് പന്തളം NSS കോളേജിലെ പെൺവാണിഭ കേസ്. അത് വളരെ ഇഷ്യൂ ആയതാണ്. അത് അന്വേഷണം നടത്തിയത് ഞാനാണ്. പിന്നീട് രാമഞ്ചിറ, ആദ്യത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ട രാമഞ്ചിറ, പത്തനംതിട്ട ജില്ലയിൽ, അത് രണ്ടും പത്തനംതിട്ടയിലെ കേസുകളിൽ ഓർമ്മിക്കാൻ വളരെ കഷ്ടപ്പെട്ട് വളരെ ഭീഷണിയുള്ള ഒരു കേസുകളായിരുന്നു ഈ 2. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പിന്നെ പോയത് ഞാൻ കോഴിക്കോട് ഫറോക്ക് സ്റ്റേഷനിലേക്കാണ്. അച്ഛൻ മകനെ തള്ളിയിട്ട് കൊല ചെയ്യപ്പെട്ടൊരു കേസുണ്ട്. അതിൽ വളരെ വൈകാര്യമായ കുറേ കാര്യങ്ങളുണ്ട്. മകൻ അച്ഛനെ എന്നും ഒരു ഭീഷണിയായിരുന്നു. അതങ്ങനെ ഒരു കേസുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ കണ്ണൂർ പോയി. എൻ്റെ നാട് കാസർഗോഡ് നീലേശ്വരത്താണ്, പക്ഷേ ഞാൻ ജില്ലയിൽ ജോലി ചെയ്തിട്ടില്ല. കണ്ണൂർ ഉണ്ടാകുമ്പോൾ കേസുകളാണ് ഇപ്പോൾ നിങ്ങൾ സൂചന കുറച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ പറഞ്ഞാലേ ഈ ബോംബ് ഒരു ഉത്സവം പോലെ കൊണ്ടുപോകുന്ന കാലം, അത് വളരെ പെട്ടെന്ന് മരുന്ന് കൊണ്ടും കുറേ അതിന് മരുന്ന് കിട്ടാനുള്ള കുറേ സോഴ്സുകളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ഒരുപാട് വെടിമരുന്ന് അവർ ഇപ്പോൾ ക്വാറികളിലൊക്കെ ഇത് ആവശ്യമാണ്. കരിങ്കല്ല് പൊട്ടിക്കാനുള്ള ആവശ്യമാണ്. പിന്നെ ഈ വടകര ഭാഗത്ത് പണ്ട് നാടൻ ഉത്സവം ഏറ്റവും അധികം നല്ല വെടിക്കെട്ടുണ്ടാക്കുന്ന ഒരു വിഭാഗം വടകര ഭാഗത്ത്, തൃശ്ശൂരിൻ്റെ കഴിഞ്ഞാൽ പിന്നെ വടകര ഈ നല്ല പടക്കങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെ കുറേ വെടിമരുന്ന് കിട്ടും. പിന്നെ ഈ വെടിമരുന്നിന് ഈ പടക്കങ്ങൾ അയച്ചിട്ട് അതിൽ നിന്ന് എടുക്കും. ഒരുപാട് പടക്കങ്ങൾ വാങ്ങും, എന്നിട്ട് അതിൽ വെടിമരുന്ന് മാത്രം മാറ്റിയെടുക്കും. എന്നിട്ട് അതിൽ ഈ കരിങ്കല്ല്, കുപ്പിച്ചില്ല്, ബ്ലേഡ്, ആണി, ഈ പറയുന്ന എല്ലാ സാധനങ്ങളും കെട്ടി. ബ്ലേഡ് ആണിയൊക്കെ ചേർക്കുന്നത് അത് ഈ ഒരു വിധത്തിൽ രക്ഷപ്പെടരുത്. അത് മിസൈൽ ഇങ്ങനെ വ്യാപകമായിട്ട് പോകും. ഒന്ന് പൊട്ടിയാൽ അത് കണ്ണിലാണോ കൊള്ളുന്നത്, വയറിലാണോ കൊള്ളുന്നത്, എവിടെയൊക്കെയാണ് ഇത് കയറിയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ആ മിസൈൽ പിന്നെ അതായത് ഒരു തരത്തിലും രക്ഷപ്പെടരുത്. അപ്പോൾ അടുക്കുന്നൊരു ബോംബ് പൊട്ടി കഴിഞ്ഞാൽ മരിക്കും, അത് പറയാം. മരിച്ചില്ലെങ്കിൽ പോലും ഭീകരമായ പരിക്ക് പറ്റി അത് എവിടെയൊക്കെയാണ് ഇഞ്ചുറി ചെയ്യുന്നത്, ചിലപ്പോൾ ലിവറിൽ വരെ തറച്ചിട്ടുണ്ടാവും. അതിനാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ കുപ്പിച്ചില്ല്, ആണി,
ബ്ലേഡ്, കരിങ്കല്ലിൻ്റെ അങ്ങനെയുള്ള എല്ലാ സാധനം ഒന്ന് പൊട്ടിയാൽ ഭയങ്കര മിസൈലായിരിക്കും പല ഭാഗത്തും. അപ്പോൾ അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇതിന് പ്രത്യേക സങ്കേതങ്ങളുണ്ടോ ഈ ബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടി? അതിന് ഈ സങ്കേതങ്ങളുണ്ട്. അതിന് ഈ സങ്കേതങ്ങൾ അന്ന് ഉണ്ടാക്കി ഒഴിഞ്ഞ വീടുകൾ, അല്ലെങ്കിൽ അവിടെ കാവുകൾ, വലിയ കാവുകളുടെ ഒഴിഞ്ഞ വലിയ ഫോറസ്റ്റുകളുണ്ടാവും, കാവുകൾ. പിന്നെ അതുപോലെ പല ആളുകളും വിദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരുടെ വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അങ്ങനെ പിന്നെ പാർട്ടികൾ സംരക്ഷണം കൊടുത്തുണ്ടാക്കുന്ന കേന്ദ്രങ്ങളുണ്ടാവും. അതായത് വളരെ റിമോട്ടായിട്ടുള്ള പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുക. പാർട്ടി ഗ്രാമങ്ങളിൽ അതിനായിട്ടുള്ള സങ്കേതങ്ങൾ അന്ന് ഉണ്ടാക്കി കൊടുക്കും അന്ന്. പക്ഷേ പിന്നീട് അത് മാറിയിട്ടോ. ആദ്യം പാർട്ടി തന്നെ ഇനി സങ്കേതങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. എവിടെയെങ്കിലും ഒഴിഞ്ഞ് ഏതെങ്കിലും വീടുകൾ കാട്ടിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അവിടെ പ്രത്യേകം ടെൻ്റൊക്കെ അടിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന, അതുപോലെ വാളുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കേന്ദ്രങ്ങളുണ്ടാകും. അതുപോലെ വടിവാൾ അത് പ്രത്യേക വാളാണ്, വളരെ നീളമുള്ള ഒരു പിടിയായിട്ടുള്ള വാളുകൾ അത്. അപ്പോൾ അങ്ങനെ അത് പാർട്ടി തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന കാലമുണ്ടായി. പിന്നെ വൈകിയവേള ഇത് കുറഞ്ഞ് വന്നു. സംഭരിച്ചും അത് തന്നെ ഒഴിഞ്ഞ ഗ്രാമത്തിലേക്ക് ആരും പോവില്ല. ആളുകൾ ആ പ്രദേശം ഒഴിച്ചു കൂടും, പേടിച്ചിട്ട് അങ്ങോട്ടേക്ക് ആരും നീങ്ങില്ല. അപ്പോൾ അവർക്ക് അവിടെ തന്നെ ഭക്ഷണം, അവിടെ തന്നെ മദ്യം, എല്ലാം അവരെ ഈ ഭൂമിയിൽ എന്താ അവരെ മാനസികാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. മദ്യം, മയക്കുമരുന്ന്, ഭക്ഷണം എല്ലാം റെഡിയാക്കിയിട്ട് എപ്പോഴും ഇതിനായിട്ട് ആൾക്കാരുണ്ടാകും. അപ്പോൾ ഒരിക്കലും കുഴപ്പമുണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ച് പറയും ഒരു 100 എണ്ണം വേണം. അങ്ങനെ അവസാനം ഇത് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ആളുകൾ വരെ ഇതിലുണ്ടായിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ. ഇത് പിന്നെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നല്ല ലാഭമുള്ള ബിസിനസ്സാണ്, റിസ്ക് എടുക്കണ്ട. അപ്പോൾ കുറച്ചാൾ ഇത് കെട്ടാൻ വേണ്ടി ഒക്കെ ഇരിക്കും. അപ്പോൾ അത് പിന്നെ അവൻ ലാഭമാണെന്ന് തോന്നി. അപ്പോൾ അവൻ അത്ര 100 എണ്ണം അപ്പോൾ പിന്നെ ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൈസ കൊടുത്ത് വാങ്ങാൻ തുടങ്ങി. അപ്പോൾ പല ആളും പിന്നെ മടി കാണിച്ചു സ്വന്തം ഉണ്ടാക്കാൻ. ഇങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ, അപ്പോൾ അതിനായിട്ടുള്ള ഏജൻസികൾ വരാൻ തുടങ്ങി. അങ്ങനെ അവരൊരു ബക്കറ്റ് നിറയെ അതിന് പ്രത്യേക അവർ വെച്ച് കോഴിമുട്ട വെക്കും പോലെ അവർക്കറിയാം അത് പൊട്ടാത്ത രീതിയിൽ വെക്കാനൊക്കെ. എറിഞ്ഞാൽ പൊട്ടും. അപ്പോൾ അവർക്ക് പൊട്ടാത്ത രീതിയിലാക്കാനുള്ള കോഴിമുട്ട നമ്മൾ കൊണ്ടുപോകുന്ന കാണുന്നില്ലേ, അതുപോലെ ബക്കറ്റുകളിലാക്കി പ്രത്യേകിച്ച് വണ്ടിയിൽ എത്തിച്ചു കൊടുക്കും. അങ്ങനെ അവസാനം അങ്ങനെയും വന്നിരുന്നു. അത് ലാഭകരമായൊരു ബിസിനസ്സിലേക്ക് കുറേ ആൾ കൊണ്ടുവരുന്നു. ഇത്തരത്തിൽ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങൾ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതിനോട് വിരുദ്ധരായ ആളുകളെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി അവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ബോംബുണ്ടാക്കുന്നവരും ഈ വാളുണ്ടാക്കുന്നവരും ഈ മാരകായുധങ്ങൾ ഉണ്ടാക്കുന്നവർക്കും ഭയങ്കര റെസ്പെക്റ്റ് അവിടെ. അപ്പോൾ അവൻ പ്രത്യേക ഒരു രാജാവാണ് അവിടെ. അപ്പോൾ അവനോട് പിന്നെ ആരും തർക്കിക്കാൻ നിൽക്കില്ല. അവന് ആ സമൂഹത്തിൽ അന്ന് ആദ്യകാലങ്ങളിൽ ഏത് പാർട്ടി ആയാലും നല്ല റെസ്പെക്റ്റ് കൊടുക്കും. ഇന്നാളല്ലേ, അയാൾ വീരസാഹസികളും പഴയ പോലെ തച്ചോളീൻ്റെ കഥ പറയും പോലെ പാടി നടക്കും പോലെ പാടി നടക്കാനാണ് ഇന്നാൾ. മൂപ്പര് ഇറങ്ങിയിട്ടുണ്ട്, ഇനി കാണാം എന്നുള്ള വിധത്തിൽ പഴയ ഈ പറഞ്ഞ കളരികളുടെ ഈ പാണൻ പാടി നടക്കും പോലെ ഇഷ്ടം പോലെ നാട്ടിൽ പാടിയോ ഇന്നാൾ. ഇപ്പോൾ അതാണല്ലോ, ഇപ്പോൾ ഈ സ്വർണ്ണം പൊട്ടിക്കലിലും ഞാൻ ഒരുപാട് സംഭവം പറഞ്ഞല്ലോ, ഇതിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഒരു 1-2 വലിയ സംഭവങ്ങൾ പറഞ്ഞ കണ്ണൂർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ പിന്നെ ഇവരെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. അങ്ങനെ ആണെങ്കിൽ അവരെയും ഇവർ അറ്റാക്ക് ചെയ്യും. അങ്ങനെ രഹസ്യങ്ങളൊക്കെ പുറത്ത് പോകുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പോൾ അവർ ആ നാട്ടിൽ വളരെ അംഗീകരിക്കപ്പെടുന്നവരാണ്. അതിനെതിരെ സംസാരിച്ചവരൊന്നും ആരും സംസാരിക്കില്ല. പോലീസിനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതൊക്കെയായിരുന്നു. തെളിവുകൾ ശേഖരിക്കാൻ പറ്റില്ല, സാക്ഷികളുണ്ടാവില്ല, പറയാൻ പറ്റില്ല. ആദ്യകാലങ്ങൾ അങ്ങനെയാണ്. മരിച്ചു പോയെന്ന് പറഞ്ഞാൽ അതിലേറ്റവും ദുരന്തം ഞാൻ കണ്ടത് യഥാർത്ഥ പ്രതികളെ ഒഴിവാക്കിയിട്ടാണ് ലിസ്റ്റ് കൊടുക്കുക. അതാണ് ലിസ്റ്റ് കൊടുക്കുന്നൊരു പരിപാടി. അതാണ് അതിൻ്റെ ഞാൻ ഏറ്റവും വലിയൊരു ഭീകരത കണ്ടത്. ഏറ്റവും ഒരു സിനിമക്കുള്ളൊരു കഥയാണത്. അതായത് ഞാൻ കണ്ട ഒരു ദുരന്തം അതാണ്. ഒരു നാട്ടിൽ ഒരു കൊലപാതകം നാളെ ബോംബ് എറിഞ്ഞ് ഒരാളെ കൊലപ്പെടുത്തി. അപ്പോൾ എറിഞ്ഞവരുടെ പ്രതികളെ ആരും പറയില്ല. അപ്പോൾ പിന്നെ പാർട്ടി നേതാക്കന്മാർ ഈ പോലീസുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് അത് ഉള്ളതാണ്, സത്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. ഉള്ളത് കൊണ്ട് ലിസ്റ്റ് കൊടുക്കും. ഈ പാവങ്ങളിത് അറിയുന്നില്ല. ഒരു സുപ്രഭാത പോലീസ് പോകുമ്പോൾ നിങ്ങൾ ഈ കേസിൽ പ്രതിയാണ്. ഒരിക്കലുമില്ല, വെറും നിരപരാധിയായിരിക്കും, പാവമായിരിക്കും, ആ നാട്ടിലെ മാന്യനായിരിക്കും. പക്ഷേ പാർട്ടി അന്ന് തെറ്റുന്നു കണ്ടാൽ ആ ലിസ്റ്റം കൊടുക്കും. ഇവൻ പിന്നെ ജയിലിൽ കിടന്നുകൊള്ളാം.
പിന്നെ അവരെ കുടുംബം സംരക്ഷിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ കുടുംബം അതോടുകൂടി തകർന്നു. ഇയാൾക്ക് മാനസികമായിട്ട് അത് യോജിക്കാൻ പറ്റില്ല. പക്ഷേ പ്രതിയായി, പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ തകരാറെന്ന് വെച്ചാൽ പോലീസ് വളരെ നിഷ്പക്ഷത കാണിച്ചില്ലെങ്കിൽ, എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് നിഷ്പക്ഷത കാണിച്ചില്ലെങ്കിൽ ഈ നിരപരാധികൾ തന്നെ പ്രതികൾ എന്ന് പറഞ്ഞ് പോലീസ് കുറ്റപത്രം കൊടുക്കും. അല്ല, ഇങ്ങനെ ഭരണകക്ഷിയാണ് അവിടെ പ്രബലമാണ് എന്ന് പറഞ്ഞ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഇത് തന്നിരിക്കുന്നത് യഥാർത്ഥ കുറ്റവാളികളല്ല എന്ന് പറയാൻ പറ്റുമോ? പറയണം. അതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ സത്യം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ സത്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൽ ഏറ്റവും. അതിന് തെളിവുകൾ ഉണ്ടാക്കണം, അതിന് സാക്ഷികളെ കണ്ടെത്തണം, സാഹചര്യ തെളിവുകൾ നോക്കണം, അങ്ങനെ സയൻറ്റിഫിക് തെളിവ് നോക്കണം. ഈ തെളിവും എല്ലാം ഒത്തു വന്ന് അവൻ പ്രതിയല്ല എന്ന് പറയാനുള്ള ധൈര്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കാണിക്കണം. അതാണ് അത് ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ദുരന്തം എന്ന് ഞാൻ പറഞ്ഞത്. പ്രതി അപ്പോൾ അതിനനുസരിച്ച് അതിന് ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ എന്നാ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കും. പിന്നെ നിങ്ങൾ ചെരുപ്പിനനുസരിച്ച് കാലിനനുസരിച്ചല്ല ചെരുപ്പ് മുറിക്കുന്നത്, ചെരുപ്പ് അതാണ്, നിങ്ങളെ കാല് വേണം മുറിച്ചോ എന്നുള്ള വിധത്തിലേക്ക് ആ പോലീസ് അതിനനുസരിച്ചിട്ട് കാല് മുറിക്കും. അതായത് നീ തന്നെ പ്രതി. അപ്പോൾ അതിനുള്ള തെളിവുകളുണ്ടാക്കും, ആയുധങ്ങൾ കണ്ടെടുക്കും, സഹജ തെളിവുണ്ടാക്കും, എല്ലാം ഉണ്ടാക്കിയിട്ട് അതിനായിട്ട് സാക്ഷികളെയും രംഗത്തിറക്കും. പാർട്ടിക്കാർ തന്നെ സാക്ഷികളും തരും. ഇന്നെന്താ സാക്ഷികൾ തെളിവും തരും. സാക്ഷികൾ ചോദിച്ചു അപ്പോൾ അവൻ പറയും ഇന്ന ആളുകൾ അത് അവൻ പഠിപ്പിച്ചു വെച്ച പോലെ ആ പാവം. അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കുക. പക്ഷേ ഞാനതിൽ കൂട്ടുവന്നിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാനത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ പ്രതികൾ അല്ല എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ കാണിക്കാത്ത ഒരുപാട് കേസുകൾ കണ്ണൂർ ജില്ലയിലുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ ഒരു ഭീകരമായ കാലഘട്ടത്തിൽ ഒരു 25 വർഷം 30 വർഷം ഈ പറഞ്ഞ പോലെ ഒരു സംഭവം നടന്നാൽ ലിസ്റ്റ് കൊടുക്കുക. ആ ലിസ്റ്റ് കൊടുക്കുന്നത് ചിലപ്പോൾ മാന്യന്മാരായിരിക്കാം, ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് തൽക്കാലം മാറിയിരിക്കുന്നവനായിരിക്കാം. അങ്ങനെയൊക്കെ നോട്ട് ചെയ്യും. എന്നാൽ പിന്നെ നീ തന്നെ ഇവരെപ്പോഴും ഭക്ഷണവും മദ്യവും ആയിട്ട് ഇങ്ങനെ ഇതിനായിട്ട് പോവുക. അങ്ങനെ ഈ പാർട്ടികൾ പ്രബലമായ ഗ്രാമങ്ങളിൽ പാർട്ടികളോട് ആശയപരമായിട്ട് എതിർത്ത് നിൽക്കുന്നവരുടെ വീടുകളിലെ ഈ കുടിവെള്ളം ശേഖരിക്കുന്ന കിണറുകളിലൊക്കെ തലമുടി കൊണ്ടുപോയി ഇടുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരുപാട് സംഭവമുണ്ട്, ഒരുപാട്. അതായത് നമ്മളെ മനുഷ്യ മലങ്ങൾ, അതുപോലെ തന്നെ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടിടുക, ഈ മുടികൾ കൊണ്ടിടുക, അതുപോലെ ചാണകം കൊണ്ട് ഇടുക. അതായത് എന്തൊക്കെ മാലിന്യം ഇടാൻ പറ്റുമോ അതൊക്കെ ഇടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ അവിടെ ജീവിക്കാൻ പറ്റില്ല, കിണറിലെ വെള്ളം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത വീട്ടിലെ വെള്ളം എടുക്കാൻ സമ്മതിക്കുകയും ചെയ്യില്ല. അപ്പോൾ പിന്നെ വീട് ഒഴിഞ്ഞു പോവുക തന്നെ. അവരും പോകുന്നത് വേറൊരു പാർട്ടി ഗ്രാമത്തിലേക്കായിരിക്കും. അവർക്ക് സ്വാധീനമുള്ളൊരു പാർട്ടി ഗ്രാമത്തിൽ പോയിട്ട് അവർ താമസിക്കും. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു സിനിമക്കുള്ളൊരു സ്റ്റോറിയാണ് അവിടുത്തെ ജീവിത രീതിയിൽ. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഈ പറഞ്ഞ പാർട്ടി ഗ്രാമങ്ങളും ഇതുപോലെ ബോംബ് സ്ഫോടനം, മാരകായുധങ്ങളും ഉണ്ടാക്കലും, ഒരുവിധം ഗുണ്ടകളെ മാത്രം വളർത്തിക്കൊണ്ടുവരികയും അവരെ മാത്രം സംരക്ഷിക്കുകയും ബാക്കിയുള്ള നിരപരാധികളെ മുഴുവൻ കേസിൽ പ്രതിയാവുകയും ചെയ്യുന്നൊരു കാലഘട്ടം. എത്രയോ നിരപരാധികൾ കാലാകാലമാണ് ജയിലിൽ. പിന്നെ പാർട്ടി സംരക്ഷിക്കുന്നെല്ലാം പറഞ്ഞിട്ട് ജോലി കൊടുക്കുന്നോ അല്ലെങ്കിൽ സാമ്പത്തികം സഹായിക്കുന്നെല്ലാം പറഞ്ഞ് കുറേ ആൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇന്ന് കഷ്ടപ്പാടിലാണ്. കാരണം അവർ പലരും ശിക്ഷിക്കപ്പെട്ടു പോയി. തെളിവുകൾ അതിനനുസരിച്ചിട്ട് കോടതിക്ക് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. സാക്ഷികൾ കൃത്യമായിട്ട് കോടതിയിൽ വന്ന് പറയും. പോലീസ് കണ്ടെടുക്കുന്ന മെറ്റീരിയൽസ് റിക്കവറിയെല്ലാം കൃത്യമാക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കേസുകൾ മുമ്പോട്ട് പോകും എളുപ്പത്തിൽ. അപ്പോൾ ദിവസം അതിനൊരു ഏജൻസിയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ പല പാർട്ടികൾക്ക് ഏജൻസികളുണ്ട്. ഈ കേസ് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണമെന്നും എങ്ങനെ അതിനായിട്ട് ശിക്ഷ വാങ്ങി കൊടുക്കണം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കേസ് ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ ഇതിന് ഏജൻസികൾ, പാർട്ടിയിൽ തന്നെ ഒരു ഗ്രൂപ്പുണ്ട്. ഇതൊക്കെ പഠിച്ച് ഇതെങ്ങനെ നിയമവിദഗ്ധരാകും. അത് കോടതിയിലെത്തിയിട്ട് അവിടെ നിയമവിദഗ്ധരായി ചമയം എന്നാണ് വളരെ കൃത്യമായിരിക്കും. അതുപോലെ ഈ പാർട്ടി ഇതിനു വേണ്ടി പോകുന്നവരുടെ വീടുകളിൽ ഭക്ഷണ അരിയോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്യാനുള്ള ഏജൻസികൾ ഉണ്ടാക്കി വെക്കും. അങ്ങനെ അതിനായിട്ടൊരു വലിയൊരു വിങ്, സത്യം പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടുള്ളൊരു വിങ്ങാണത്, സംവിധാനമാണത്. അവനെ 8 ദിവസമായിട്ട് നോക്കാം എന്ന് ഉറപ്പ് കൊടുക്കും. അങ്ങനെ പ്രതിയാക്കുന്ന, അങ്ങനെ സ്വന്തം സമ്മതിച്ച് പ്രതിയായവരുണ്ട്.
പക്ഷെ സമ്മതിക്കാത്തവരെയും പ്രതിയാക്കി ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. സമ്മതിച്ചൊരു പ്രതിയാണ്, സാരമില്ല എല്ലാം ഞങ്ങൾ നോക്കിക്കോളും, പാർട്ടി പറയുന്നു നിങ്ങൾ പോകും ജയിലിൽ. അത്രയോ കേസുകൾ ഒരുപാട്. സാർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തൊരു ജില്ല കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ ഈ കണ്ണൂർ ജില്ലയെക്കുറിച്ച് പുറത്ത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്ന അവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ അതിനൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ സാറിപ്പോൾ അവിടെ CA ആയിട്ടിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ DYSP ആയിരിക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സാറിൻ്റെ ഒരു സർവീസ് പരിചയത്തിൽ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്? പറഞ്ഞ് ശരിയാണ്. ഈ കുറ്റകൃത്യങ്ങൾ, ഈ തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളുടെയും ബോംബ് സ്ഫോടനങ്ങളുടെയും കൊലപാതകങ്ങളുടെയൊക്കെ ഒരു വളരെ മൂർച്ചയേറിയ, വളരെ തീവ്രമായ ഒരു അന്തരീക്ഷമുള്ള സമയത്താണ് ഞാൻ കണ്ണൂരിൽ SI മുതൽ DYSP വരെ അവിടെ ജോലി ചെയ്തിട്ടുള്ളത്. കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കണ്ണൂർ, കാസർഗോഡ് ഞാൻ കണ്ടത്, കോഴിക്കോട് റൂറൽ വരെ ഈ രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ അതൊരു അവരുടെ ആത്മാവും ജീവനും ഒക്കെ കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിന് പഴയ തിയറിയൊക്കെ പറയുന്നുണ്ട്. ഈ കളരികളുടെ ഒരുപാട് കളരികളുള്ള നാടുകളാണ് ഇവിടെ. ഉദയൻ്റെയും കടത്തനാടനും ഇങ്ങനെയുള്ള ഒരുപാട് കളരികൾ നിറഞ്ഞു നിന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ വളരെ ആത്മാർത്ഥതയും സത്യസന്ധതയും തീവ്രമായ, അത് ഏറ്റവും തീവ്രമായ രീതിയിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത്. ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഏതറ്റം വരെയും ഒന്നുമില്ലാതെ, എനിക്ക് തോന്നുന്നത് യാതൊരു ലാഭവും ഒന്നുമില്ലാതെ ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് ജീവിതം അവസാനിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഏത് പാർട്ടി ആയിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടവരും പലരും ഇതുപോലെ തീവ്രമായ രാഷ്ട്രീയം കൊണ്ട് ആത്മാർത്ഥത കൂടുതലാണ്, സത്യസന്ധത കൂടുതലാണ്. അങ്ങനെയുള്ള അണികൾ എന്തിനും തയ്യാറായിട്ട്, പാർട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോൾ ഈ ഫുട്ബോൾ സ്പിരിറ്റ് പറഞ്ഞ പോലെയാണ്. അത്രയും വലിയ സ്പിരിറ്റ് വഴി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ കുറേയൊക്കെ. പക്ഷേ വൈകിയ വേളയിൽ അതിൽ വലിയൊരു മാറ്റവും വന്നിട്ടുണ്ട്. ബോംബ് സ്ഫോടന നിർമ്മാണമെന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതിന് പലപ്പോഴും പറഞ്ഞാൽ ഒരു ബെഞ്ച്, കട്ടിയുള്ള ബെഞ്ചിൻ്റെ അടിയിൽ കിടന്നിട്ട് അടിയിലൂടെ പൊട്ടിയാൽ കൈ രണ്ടും പോവും. പക്ഷേ അവിടുന്ന് കെട്ടിയിട്ട് കൊടുക്കും. അതുപോലെ തെങ്ങിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു തെങ്ങിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഇത് കെട്ടും, എന്നിട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അത്രയും എക്സ്ട്രീമിൽ അതൊരു സാഹസികമായ പ്രവൃത്തിയിലൂടെയാണ് ഇതൊക്കെ നിർമ്മാണം നടത്തുന്നത്. അങ്ങനെ നടത്തി എത്രയോ ജീവം നിങ്ങൾ പറഞ്ഞാൽ ഒരുപാട് കൈകൾ പോയി കാലും പോയി ആൾക്കാരുണ്ട്, കണ്ണുപോയ ആൾക്കാരുണ്ട്. വലിയ നേതാക്കന്മാരുടെ മക്കൾ തന്നെ ഉണ്ട്. എല്ലാവരും അല്ല, ഏത് ഒരാളുടെ. സാർ, ഈ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങളിലാണ് പൊതുവെ ബോംബിൻ്റെയൊക്കെ പ്രയോഗം നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷേ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയം നിരീക്ഷിച്ചവർക്ക് അവിടെ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം, ബോംബ് പൊട്ടി കൈ പോയി, അല്ലെങ്കിൽ ബോംബ് പൊട്ടി കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, അങ്ങനെ പല വിധത്തിലുള്ള കേസുകൾ ഒരു കാലത്ത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്നൊരു സമയമുണ്ട്. അപ്പോൾ എന്താണ് ഈ ചെറിയ ബോംബുകൾ എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നതിൻ്റെ പ്രവർത്തനമൊക്കെ? സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് വളരെ ശരി. രാജ്യം തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രദേശത്ത് ഒരു പാർട്ടി ആധിപത്യം വന്നാൽ ആ പാർട്ടിയെ അടിമപ്പെട്ട് ജീവിക്കുക ആ ജനങ്ങൾക്ക് ഓപ്ഷനുള്ളൂ. അവരത് മസിൽ പവർ കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും ആ രാജ്യം പിടിച്ചടക്കിയിരിക്കും. അപ്പോൾ ഒരു പ്രദേശം ആ ഒരു പാർട്ടിയിലേക്ക് എന്താ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം അതനുസരിച്ച് പോയാൽ മാർഗമൊന്നുമില്ല. അപ്പോൾ ആ പ്രദേശത്തിന് കാവലുണ്ട്, ആര് പോകണം തീരുമാനിക്കും. ഒരു കാലഘട്ടമാണ്, ഇപ്പോൾ അതില്ല. ഏത് വണ്ടികൾ പോകണം തീരുമാനിക്കും, എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം എന്ന് അവർ തീരുമാനിക്കും. അപ്പോൾ രാജ്യങ്ങൾ തന്നെ, സത്യം പറഞ്ഞാൽ പല പ്രദേശങ്ങളും രാജ്യങ്ങൾ അതിന് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ അങ്ങനെ ആ രാജ്യങ്ങൾ തമ്മിലെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലെ. ഒരു പ്രദേശത്ത് ഒരു അക്രമം പൊട്ടിപ്പുറപ്പെട്ടാൽ അടുത്ത പ്രദേശത്ത് അതിന് കൗണ്ടർ നിർബന്ധമായി ഉണ്ടായിരിക്കും. അതായത് ഒരാളെ കൊന്നാൽ ഒരാളെ എന്നുള്ളത്. ഇപ്പോൾ കണ്ണൂരിൻ്റെ ജില്ല എടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം, ഞാൻ പാർട്ടി പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ അന്ന് മേജർ പാർട്ടി, ഒരു പാർട്ടി മേജർ ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നല്ല സ്വാധീനം എല്ലാ പാർട്ടിക്കും അവിടെ ആയി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 200-250 പേരിലധികം, ശരിക്കും പറഞ്ഞാൽ എണ്ണം വളരെ വ്യത്യാസമൊന്നുമില്ല താരതമ്യപ്പെടുത്തുമ്പോൾ, രണ്ട് പാർട്ടികൾക്കും നഷ്ടപ്പെട്ട ഈ ബോംബ് സ്ഫോടനത്തിലും പരസ്പരം ഒരാളെ കൊല്ലുക പറഞ്ഞാൽ തിരിച്ച് ഒരാളെ കൊല്ലുക എന്നുള്ളത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതിനെ നേതൃത്വവും സഹകരിക്കും,
നിലനിൽക്കാൻ വേണ്ടി അന്നൊക്കെ പാർട്ടി നേതൃത്വം നന്നായി സഹായിച്ചിരുന്നു പാർട്ടിയെ വളർത്താൻ വേണ്ടി. പക്ഷേ വൈകിയ വേള ഇത് കൈവിട്ട് പോയി എന്ന് പറയുമ്പോൾ ആണ് നേതൃത്വം ഒഴിവാൻ നോക്കിയത്. ഇത് പല മേഖലകളിലും സ്വന്തം പാർട്ടിക്കും അപകടം വരാൻ തുടങ്ങി. ആ നാട്ടിൽ ചിലപ്പോൾ നല്ലൊരു ചടങ്ങ് നടക്കില്ല, ഒരു കല്യാണം നടക്കില്ല, നല്ലൊരു പരിപാടി സ്കൂൾ വരില്ല, സ്കൂളിൽ കുട്ടികളുണ്ടാവില്ല, നല്ലൊരു വ്യവസായത്തിനാരും വരില്ല. അപ്പോൾ അങ്ങനെ സാമൂഹികവും സാമ്പത്തികവുമായ ഒരുപാട് അപജയങ്ങൾക്ക് ഇത് കാരണമായി എന്ന് വൈകിയ വേളയിൽ മനസ്സിലാക്കാൻ തുടങ്ങുന്നതിന് ശേഷമാണ് കുറച്ചൊക്കെ ചർച്ചകൾ വരാൻ തുടങ്ങിയത്. ഇത് ഒഴിവാക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ പല ആളുകളുടെ മനസ്സിൽ വന്നതും അതിൽ പല ആളും ഇടപെട്ടതും അങ്ങനെ വലിയ ചർച്ചയൊക്കെ നടന്ന് നിങ്ങൾക്ക് അറിയാലോ. വലിയ മുഖ്യമന്ത്രി ലെവലിൽ തന്നെ ചർച്ച നടത്തിയിട്ട് കണ്ണൂർ. പക്ഷെ അവിടെ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഒരു പാർട്ടി വലിയ പാർട്ടിയാണ്, അവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. മറ്റവർ ചെറിയ പാർട്ടിയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ ഭരണവും ഒന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ്, ഞാൻ പറയുന്നില്ല. പക്ഷെ അന്ന് അങ്ങനെ പക്ഷേ നാശനഷ്ടം രണ്ട് പാർട്ടിയും തുല്യമാണ് എന്ന് പറഞ്ഞാൽ. പക്ഷേ നഷ്ടം മുഴുവൻ വലിയ പാർട്ടി, കാരണം അവർക്ക് ഒരുപാട് സാമ്പത്തിക സോഴ്സ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു, ബാങ്കുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ. പക്ഷേ ഹർത്താൽ വന്നാൽ അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യാൻ തുടങ്ങിയാൽ ഇത് ഈ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടേണ്ടി വരും. അപ്പോൾ ആദ്യം വലിയ പാർട്ടി ഇതിനൊക്കെ സ്വാഗതം ചെയ്തെങ്കിലും പിന്നീട് അവസാനം ഇതിൻ്റെ നഷ്ടത്തിൻ്റെ സോഴ്സ് ഒരു പാർട്ടിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ അവർക്ക് ആകെയുള്ളത് ഇതുപോലെ ബോംബും കയ്യിലുള്ള ചെറുപ്പക്കാരാണ്, എന്തിനും തയ്യാറ്. മറ്റവരല്ല, എല്ലാ സ്ഥാപനത്തിൻ്റെയും ഉടമകളാണ്. അപ്പോൾ നഷ്ടം വരുന്നത് എപ്പോഴും വലിയ പാർട്ടിക്കാണ്, ഇവർക്കൊന്നും നഷ്ടം. അപ്പോൾ പിന്നെ ആ ഭാഗത്ത് നിന്ന് ചിന്തകൾ വരാൻ തുടങ്ങി, ഇത് നഷ്ടം മുഴുവൻ നമുക്കാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചയും നടന്നു. ആ പ്രശ്നം കുറയാൻ കാരണമാണ്. അങ്ങനെ ആ ഭാഗത്തുനിന്നും ആദ്യം വലിയ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി അഭിമാനിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഒരു വൈകിയ വേളയിൽ അപകടം മനസ്സിലാക്കി, ഇത് നിന്നില്ലെങ്കിൽ മറ്റൊരു വിധത്തിലും വിട്ടുകൊടുക്കില്ല എന്ന വിധത്തിലുള്ള സപ്പോർട്ട് പല നിൽക്കുന്നവർക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഈ നേതൃത്വം തന്നെ മനസ്സിലാക്കി ഇത് കണ്ണൂരിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്ന അവിടത്തേക്കുള്ള പോക്കാണ്. അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് വലിയ പാർട്ടിയാണ് ആദ്യം തീരുമാനം, ചെറിയ പാർട്ടിയല്ല. അതാണ് അവിടെ ഒരു വേറൊരു ഞാൻ കണ്ട ഒരു വൈരുദ്ധ്യം. ചെറിയ പാർട്ടിയല്ല തീരുമാനിച്ചത്, വലിയ പാർട്ടിയാണ് തീരുമാനിച്ചത്. ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, അവരും വിടില്ല ഇവരും വിടില്ല എന്നുള്ളത്. അതിന് പോലീസിനും അതിൻ്റെതായ റോളുണ്ട്. പോലീസ് ഒരു കാലത്ത് എപ്പോഴും കേരളത്തിൽ അറിയാലോ, ഭരിക്കുന്ന പാർട്ടിയെ ആണ് പോലീസ് സ്വാധീനിക്കും. പക്ഷേ കണ്ണൂർ ജില്ലയിൽ ഞാനത് അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്, കണ്ണൂർ ജില്ലയിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പോലീസും മനസ്സിലാക്കി ഇത് മുമ്പോട്ട് പോവില്ല. നമ്മൾ ഏകപക്ഷീയ ഒരു വൺ സൈഡ് കളി കളിച്ചാൽ അല്ലെങ്കിൽ ഏകപക്ഷീയത കാണിച്ചാൽ ഇനി ഭരിക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞാൽ പോലും താഴെ തട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പോലീസും മനസ്സിലാക്കാൻ തുടങ്ങി. ആദ്യം അങ്ങനെ ആയിരുന്നില്ല. പോലീസ് എന്നാലും ഭരിക്കുന്ന പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് അറിയാലോ. അങ്ങനെ പോയി കൈവിട്ട് പോലീസിൻ്റെ കയ്യിൽ നിന്നും കൈവിട്ട് പോയിരുന്നു ഈ പ്രശ്നങ്ങൾ. അവസാനം പോലീസ് തന്നെ ഇരുന്ന് ആലോചിച്ച് പറഞ്ഞു, നമ്മൾ വൺ സൈഡ് കളിച്ചിട്ട് കാര്യമില്ല. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളുടെ മുമ്പിൽ വലിയ റീത്തുകളും വലിയ ബോർഡുകളും വന്നു. നിങ്ങളുടെ കുട്ടികൾ ഇന്ന് ബാംഗ്ലൂർ ഇന്ന് കോളേജിലാണ് പഠിക്കുന്നത്, ഭീഷണിയാണ്. ചിലപ്പോൾ കുട്ടി തിരിച്ചു വരാൻ സാധ്യതയില്ല. പക്ഷേ ആ സ്ഥലത്ത് ഈ പറഞ്ഞവർക്ക് ഭയങ്കര സ്വാധീനം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ പിന്നെ ഏകപക്ഷീയത കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളുടെ മുമ്പിൽ റീത്തുകൾ, ഭീഷണികൾ, ഇതൊക്കെ ഇങ്ങനെ വ്യാപകമായിട്ട് വരാൻ തുടങ്ങുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജില്ല വിട്ടോടാൻ തുടങ്ങി. അവർക്ക് ജില്ലയിൽ പോസ്റ്റിങ് എന്ന് പറഞ്ഞ് പരിപാടിയേ വേണ്ട. ഇനി പാർട്ടി സംരക്ഷിക്കാമെന്ന് പറഞ്ഞാൽ പോലും വേണ്ട. എന്താ പറഞ്ഞാൽ ഇതിന് ആര് സംരക്ഷണം തരും എന്നുള്ളതാണ്. വീടുകൾ റീത്ത് വരാൻ തുടങ്ങി, ഭീഷണി വരാൻ തുടങ്ങി, പോസ്റ്റർ വരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ത്രട്ട് തന്നെ. നിങ്ങൾ അധികകാലമില്ല. അത് വലിയൊരു തന്ത്രമായിരുന്നു. പിന്നെ അവസാനം ഉപയോഗിച്ച് ഉപയോഗിച്ചെന്ന് എനിക്കൊന്ന്. ഒരു പാർട്ടിക്ക് ഭരണമില്ല, മറ്റു പാർട്ടിക്ക് ഭരണമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിഷ്പക്ഷത കാണിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സ്റ്റേജിലേക്ക് എത്തി. അത് എനിക്ക് തോന്നുന്നത് ഈ ചെറിയ ഗ്രൂപ്പുകൾ പിന്നെ ഉണ്ടാക്കി വച്ചവർ വലിയൊരു ഇതായിരിക്കാം. നിങ്ങൾ വൺ സൈഡ് കളിച്ചാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജീവനും സ്വത്തിനും ഭീഷണി വരുമ്പോഴാണ് എൻ്റെ അഭിപ്രായത്തിൽ, അതിൽ ഞാനും കൂടെ ഭാഗമാണ്, പിന്നെ വിപുലമായ യോഗം ചേർന്ന് നമ്മൾ പക്ക നിഷ്പക്ഷത കാണിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും, പോലീസുകാർക്കും വീടുകളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വരും എന്നുള്ള. അത് എനിക്കും കുറേ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് പിന്നെ
ഞാൻ പറഞ്ഞില്ല, നമ്മൾ നിഷ്പക്ഷമായി മുമ്പോട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ധൈര്യമായിട്ട് കോൺഫറൻസിലൊക്കെ പറയാൻ ധൈര്യം കിട്ടി. ഞാനും അത് തുറന്ന് പറഞ്ഞു, സാർ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മൾ നിഷ്പക്ഷമായില്ലെങ്കിൽ ഇത് രണ്ടു കൂട്ടരും വിടില്ല. അതാണ് കഴിഞ്ഞത്. അതിനെ തോറ്റു കൊടുക്കും എന്നൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അതിനിടയിൽ പോലീസുകാരും രാപ്പകൽ ഊണും ഉറക്കമില്ലാതെ വീട്ടിൽ പോകാൻ പറ്റാതെ അവസ്ഥയിൽ വലിയ കഠിനമായ പീഡനവും ജോലിയും ചെയ്യേണ്ട അവസ്ഥ വന്നു.